എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിലുള്ള ഒരു ഉച്ചയൂണിന്റെ വീഡിയോ കണ്ടാലോ? കറികളൊന്നും തന്നെ ഇല്ലാതെയുള്ള ഒരു ഉച്ചയൂണിന്റെ വീഡിയോ ആണ് ഇന്നത്തേത്. സമ്മന്തിയും സംഭാരവും ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ആദ്യം തന്നെ ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഉപ്പേരി ഉണ്ടാക്കുന്നത് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൽ വിശദീകരിച്ചൊന്നും കാണിക്കുന്നില്ല. ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ സദ്യ എന്ന പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ കേബേജും ക്യാരറ്റും കൂടെയാണ് ഉപ്പേരിക്ക് എടുത്തിട്ടുള്ളത്. കേബേജും ക്യാരറ്റും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു വലിയ ഉള്ളിയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെക്കുക. പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് വട്ടത്തിൽ അരിയുക. 1.5 പിടിയോളം ചിരകിയ തേങ്ങ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് കുറച്ചു നേരം വെക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ചില സമയത്ത് കറികളൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും സമ്മന്തി, ഉപ്പേരി ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു ഇഷ്ടമായിരിക്കും. പിന്നെ പണിയും എത്രയോ എളുപ്പമാണ്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിനകത്തേക്ക് പൊട്ടുകടലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഒന്ന് ചുവന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കേബേജ്, ക്യാരറ്റ് കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് അത് തുറന്നു നോക്കി നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിക്കാം. എന്നിട്ട് അതിന് ശേഷം പിന്നെ അടച്ചു വെക്കൊന്നും വേണ്ട, തുറന്നിട്ട് തന്നെ 2-3 മിനിറ്റ് വെച്ചാൽ മതി. അതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എനിക്ക് കുറച്ച് അധികം തന്നെ വേണം എല്ലാത്തിലും. കേബേജ് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാലും ചില ആളുകൾക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടമാവില്ല. അപ്പൊ ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേബേജിന് ആ ഒരു സ്മെല്ല് അത്ര അധികം തന്നെ തോന്നാറില്ല. അടപ്പ് തുറന്ന് വീണ്ടും 2-3 മിനിറ്റ് വെച്ച ശേഷം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കേബേജ് ഉപ്പേരി റെഡിയായി. അടുത്തത് വ്യത്യസ്തമായ പച്ച ആപ്പിൾ കൊണ്ടുള്ള ഒരു സമ്മന്തിയാണ്. ഇതിനു മുമ്പ് പച്ച ആപ്പിൾ വെച്ചിട്ടൊരു സമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്ന് ഉണ്ടാക്കിയത് ചുവപ്പ് സമ്മന്തിയായിരുന്നു. മിക്സിയുടെ ഒരു ജാറിലേക്ക് ആപ്പിൾ ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. അതിന്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് പുളി വളരെ കുറച്ച് തന്നെ മതി. ആപ്പിളിന് നല്ല പുളിപ്പുണ്ടെങ്കിൽ ഈ പുളിയുടെ ആവശ്യമില്ല. ഈ ആപ്പിളിന് അധികം പുളിപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് പുളി ചേർത്തത്. പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് 3-4 പിടി തേങ്ങ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. അതിനുശേഷം 1-2 പുതിനയില, 5-6 കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് അരയ്ക്കുക. ഈ ഇല ഇട്ട ശേഷം അധികം തന്നെ അരച്ചെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ട് അരച്ചാൽ മതി. പുതിനയില കിട്ടാത്തവർ ചേർത്ത് കൊടുക്കണം എന്നില്ല. പുതിനയില ചേർക്കുമ്പം ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. ഇനി ചിലർക്കൊന്നും പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കില്ല. എന്നാലും ഇത് അല്ലാതെ പുതിനയില കഴിക്കുന്നത് പോലെയല്ല, ഇതിനകത്തേക്ക് ആ പുതിനയില ഇടുമ്പോൾ നല്ലൊരു സ്വാദ് വരുന്നുണ്ട്. പച്ച ആപ്പിൾ കൊണ്ടുള്ള സമ്മന്തിയും ഇവിടെ റെഡിയായി. ഞങ്ങൾ സമ്മന്തി എന്നാണ് പറയുക, ചിലരൊക്കെ ഇത് ചമ്മന്തി എന്നാണല്ലോ പറയുക. അപ്പം ഞാനിങ്ങനെ സമ്മന്തി എന്ന് പറയുമ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇങ്ങനെ പറയുന്നത് എന്ന്. അടുത്തതായിട്ട് കുക്കുംബർ വെച്ചിട്ടുള്ള ഒരു സംഭാരമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. കുക്കുംബർ വേണമെങ്കിൽ തൊലിയോടുകൂടെ ഉപയോഗിക്കാം. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ തൊലിയോടുകൂടെ ഉപയോഗിക്കാം. വാങ്ങിക്കുന്നത് ഇങ്ങനെ തൊലിയോടുകൂടെ ഉപയോഗിക്കുമ്പം എന്തോ പോലെയാണ്. അപ്പോൾ ഇവിടെ തൊലി കളയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്തേക്ക് 4-5 കറിവേപ്പില വേണം, പിന്നെ 1-2 പുതിനയില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, നാരകത്തിന്റെ ഇല, അതായത് ചെറുനാരങ്ങയുടെ ഇല, അതും കൂടെ വേണം ഇതിലേക്ക്. ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും കുക്കുംബറും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ബാക്കിയുള്ള ഇലകളെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കല്ലിൽ ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചതച്ചെടുക്കുക സംഭാരത്തിനുള്ള സാധനങ്ങളെല്ലാം. ഇതിപ്പോൾ ഇവിടെ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പം നമുക്ക് മിക്സിയിൽ അധികം അരയാൻ പാടില്ല. അരഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാദ് വ്യത്യാസം വരും. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുക്കുംബർ സംഭാരമാകുമ്പോൾ ആ കുക്കുംബർ നന്നായിട്ട് അരച്ചെടുക്കണം. അതേപോലെ നെല്ലിക്ക സംഭാരത്തിന് നെല്ലിക്ക നന്നായിട്ട് അരച്ചെടുക്കണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇവിടെ 1 ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. തൈര് ആദ്യം നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതേപോലെ ആയിരിക്കണം തൈര് വേണ്ടത്. തൈര് നന്നായിട്ട് ഉടച്ചിട്ടില്ലെങ്കിൽ കട്ട പോലെ ഇരിക്കും സംഭാരം. എത്ര കട്ടിയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. കുക്കുംബർ അരച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്തുനിന്ന് നമുക്ക് വെള്ളം കിട്ടും. ചൂട് കാലത്ത് ഈ കുക്കുംബർ സംഭാരമൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവെ ഏത് മോര് വെള്ളം കുടിക്കുകയാണെങ്കിലും നല്ലതാണ്.
ഉടച്ചു വെച്ച തൈരിനകത്തേക്ക് അരച്ചു വെച്ചതും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ചോറിന് ഈ 3 ഐറ്റത്തിൻ്റെയും കൂടെ പപ്പടവും ആപ്പിൾ അച്ചാറും ഉണ്ടായിരുന്നു. ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് മെനക്കേടൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറിന്റെ വീഡിയോ ആണത്. അതും സദ്യ എന്ന പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ അതിൽ ഉപയോഗിക്കുന്നില്ല. ഇത്രയും പെട്ടെന്ന് നമ്മൾ കഴിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറികളൊന്നും തന്നെ ഇല്ലെങ്കിലും ഈ ഒരു കോംബോ വളരെ നല്ലതായിരുന്നു. ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.